ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ ഒരു സംഘടന എന്ന നിലയ്ക്കാണത് 62-ൽ രൂപീകരിക്കപ്പെടുന്നത്. ശാസ്ത്രം അധികവും ഇംഗ്ലീഷിലാണ് എഴുതപ്പെടുന്നത്. അങ്ങനെ പോരാ, മലയാളത്തിൽ ശാസ്ത്രം എഴുതണം, അത് പ്രസിദ്ധീകരിക്കണം, അതിന് സംവിധാനങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാർ ഒരുമിച്ച് ചേരണം. ഡോക്ടർ കെ ഭാസ്കരൻ നായർ പ്രസിഡൻറ്റും ഡോക്ടർ KG അടിയോടി സെക്രട്ടറിയും NV കൃഷ്ണവാര്യർ ഖജാൻജിയായിട്ടാണ് ഒന്നാമത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒന്നാമത്തെ കമ്മിറ്റി ഉണ്ടാവുന്നത്. മലയാളത്തിൽ ശാസ്ത്രം എഴുതുക എന്നുള്ളതാണല്ലോ അത് അന്നും പ്രധാന ലക്ഷ്യമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് മാതൃഭൂമി ഒഴിച്ചുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളോ മാസികളൊന്നും ശാസ്ത്രം പ്രചരിപ്പിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. പലരോടും നമ്മൾ അഭ്യർത്ഥിച്ചെങ്കിലും അവരത്ര പോസിറ്റീവായിട്ടുള്ള അതുകൊണ്ട് പരിഷത്ത് സ്വയം തന്നെ ചില മാസികകൾ തുടങ്ങാൻ തീരുമാനിച്ചു. ആളുകളുമായിട്ട് ശാസ്ത്രം സംസാരിക്കാൻ സാധിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, മനസ്സിലാക്കേണ്ടാത്ത കാര്യമാണ്, ശാസ്ത്രജ്ഞന്മാർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന ധാരണകളൊക്കെ പതുക്കെ ഇപ്പോൾ ഏതൊരു സമൂഹവും മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അതിലെ പൗരന്മാർ ശാസ്ത്രബോധമുള്ളവരാവണം. വികസിത സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശാസ്ത്രത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക്. രാഷ്ട്ര പുനർനിർമ്മാണത്തിലും സമൂഹത്തിൻ്റെ പുനർനിർമ്മാണത്തിലും ഭാവിയെ അഭിമുഖീകരിക്കുന്നതിന് വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്നതിനൊക്കെ സമൂഹത്തിന് ശാസ്ത്രബോധം ഉണ്ടാവണം. രാഷ്ട്രീയം മാത്രം പോരാ, ശാസ്ത്രവും വേണം. അവിടെ ശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും കൈകോർക്കാൻ കഴിയണം.